കപ്പ് ആവേശം വാനോളം ഉയർന്നിരിക്കുന്നു. ആ അവസാന പോരാട്ടത്തിനായി, കലാശ പോരാട്ടത്തിനായി ലോകം കാത്തിരിക്കുന്നു. ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വൈൽഡ്ലൻഡ്സ് ഇന്ത്യക്ക് വേണ്ടി ഡോക്ടർ സുവിത് വിൽസൺ ചേരുന്നു നമ്മോടൊപ്പം. സുവിത്, എന്തായാലും അവസാന മത്സരത്തിന് ലോകം തയ്യാറെടുക്കുന്നു, കാതോർക്കുന്നു. ആര് ജയിക്കും? അർജന്റീനയോ സ്പെയിനോ? എങ്ങനെയാണ് ഇവർ കരുത്ത് കാട്ടുക? കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ഈ തവണ ഫിഫ റാങ്കിങ്ങിലെ ഫസ്റ്റും സെക്കൻഡുമായ ടീമുകളാണ് ഇന്ന് വേൾഡ് കപ്പില് ഫൈനലിൽ നേരിടാൻ പോകുന്നത്. ഫിഫയുടെ നമ്പർ 1 റാങ്കിംഗ് ആയ അർജന്റീനയും നമ്പർ 2 റാങ്കായ സ്പെയിനും തമ്മിലാണ് ഈ തവണ മത്സരിക്കാൻ പോകുന്നത്. ഇത് തികച്ചും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിരിക്കും. ആൾക്കാർക്കെല്ലാം ആവേശം കൊള്ളുന്ന ഒരു മത്സരമാവുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അർജന്റീനയും സ്പെയിനും ഒരുപോലെ. എങ്ങനെയാണ് ഇവരുടെ ഒരു വിജയ സാധ്യത അവരുടെ കരുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുക? രണ്ട് ടീമുകളെയും താരതമ്യം ചെയ്യുമ്പോൾ ആദ്യം തന്നെ സ്പെയിന്റെ കാര്യം എടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ലമാനി യമാൽ ഒരു 19 വയസ്സുകാരന്റെ കളി, ശരിക്കും ടാക്കിൾ ചെയ്യാനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ ഗോൾ അടിക്കാനുള്ളതും, അതുപോലെ തന്നെ നല്ലൊരു മിഡ്ഫീൽഡാണ് സ്പെയിൻ ടീമിനുള്ളത്. മാത്രമല്ല കുറെ യുവതാരങ്ങളുണ്ട് സ്പെയിൻ ടീമിന്. സ്പെയിനിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതുവരെ കളിച്ച എല്ലാ കളികളും മികച്ചൊരു പ്രകടനം തന്നെയാണ് സ്പെയിൻ കാഴ്ചവെച്ചത്. എന്നാൽ അർജന്റീനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയാം, ഫുട്ബോളിന്റെ തന്നെ ഗോട്ട് എന്ന് പറയുന്ന മെസ്സി അർജന്റീനയ്ക്കൊപ്പമുണ്ട്. മാത്രമല്ല ഒരു വേൾഡ് കപ്പ് എടുത്ത ഒരു ടീമും കൂടെയാണ് അർജന്റീന. മാത്രമല്ല നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ലാസ്റ്റ് മൂമെന്റിലാണ് അർജന്റീന തിരിച്ച് ഗോൾ അടിക്കുന്നത്. അങ്ങനെ ഒരു പ്രകടനം കൂടെ അർജന്റീനയുടെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തികച്ചും ഈ രണ്ട് ടീമുകളും ശക്തരായ രണ്ട് ടീമുകൾ തന്നെയാണ് ഇപ്പോൾ ഫൈനലിൽ മത്സരിക്കാൻ പോകുന്നത്. അർജന്റീനയുടെ വിജയ സാധ്യതകൾ പറയുകയാണെങ്കിൽ നോക്കൌട്ട് മത്സരങ്ങളിലെ വിജയ റെക്കോർഡ്, രണ്ടാമത് മെസ്സി എന്ന് പറയുന്ന ഒരു മികച്ച ക്യാപ്റ്റൻസി, അതുപോലെ തന്നെ വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരു പരിചയം, ഇതൊക്കെയാണ് അർജന്റീനയെ മുൻനിർത്തുന്ന ഘടകങ്ങൾ. സ്പെയിന്റെ കാര്യമാണെങ്കിൽ ഇന്ന് ലോകത്തിലെ ഒരു മികച്ച ടീം തന്നെയാണ് സ്പെയിൻ. സ്പെയിന് പന്ത് കാലുകൊണ്ട് നിയന്ത്രിച്ച് മാക്സിമം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീം തന്നെയാണ്. ഒരു മികച്ച മിഡ്ഫീൽഡ് തന്നെയാണ് സ്പെയിന്. അതുപോലെ നല്ല അറ്റാക്കിംഗ് ആയിട്ടുള്ളൊരു ടീം കൂടെയാണ്. കുറെ യുവതാരങ്ങളുള്ള ടീം തന്നെയാണ് സ്പെയിൻ. എന്തായാലും മത്സരത്തിലെ ഓരോ നിമിഷവും വളരെ നിർണായകമായിരിക്കും. മത്സരത്തിൽ ഉടനീളം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏറ്റുമുട്ടൽ പോരാട്ടം എങ്ങനെയാവും? മെസ്സിക്കെതിരെയുള്ള സ്പെയിന്റെ പ്രതിരോധം, അതുപോലെ അർജന്റീനയുടെ കൗണ്ടർ അറ്റാക്ക്, സ്പെയിന്റെ മിഡ്ഫീൽഡ്, അതുപോലെ തന്നെ രണ്ട് ഗോളിമാരുടെയും മികവുറ്റ പ്രകടനം, ശരിക്കും അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഒരു കടുത്ത മത്സരം തന്നെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അർജന്റീനയും സ്പെയിനും ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരുപോലെ കരുത്തരാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു അന്തിമ മത്സരത്തെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ എന്താകും? സാധ്യത വിലയിരുത്തൽ ശതമാനക്കണക്കിൽ പറയുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് ഒരു 50-55% വിജയ സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതേപോലെ സ്പെയിന് ഒരു 45-50 വിജയ സാധ്യതയാണ് കാണുന്നത്. കാരണം അർജന്റീന ഇതിനു മുമ്പ് 3 വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. സ്പെയിൻ 1 വേൾഡ് കപ്പാണ് നേടിയിരിക്കുന്നത്. മാത്രമല്ല ഈ തവണത്തെ എല്ലാ കളികളിലെയും ഒരു പ്രകടനം വെച്ചിട്ട് ഇങ്ങനെയാണ് ശതമാനക്കണക്ക് പറയാൻ സാധിക്കുന്നത്. അനുഭവ സമ്പത്തും വലിയ കളികളിലെ പ്രകടനവും കാഴ്ചവെക്കുമ്പോൾ അർജന്റീന ടീമിനാണ് സ്പെയിനെയും കാട്ടി മുൻതൂക്കം. മാത്രമല്ല ഈ ഒരു കളി ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് എത്തുമ്പോൾ അത് ഏത് ഗോളിയുടെ മികച്ച പ്രകടനം അനുസരിച്ചായിരിക്കും ഈ കളിയുടെ വിധി നിർണ്ണയിക്കുക. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഈ മത്സരം എത്രമാത്രം ആവേശകരമാകും? ലോകകപ്പ് എന്നുള്ളത് ഒരു മത്സരം മാത്രമല്ല, കോടിക്കണക്കിന് ആൾക്കാരുടെ ഒരു വികാരം കൂടിയാണ്. ഈ തവണ ഇതിന് ഇരട്ടി മധുരമാണ്. കാരണം രണ്ട് താരങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും ആരാധകർ കൊതിച്ച് കാണാൻ ഇരിക്കുന്നത്. ഒരു സൈഡിൽ മെസ്സി ആണെങ്കിൽ മറ്റൊരു വശത്ത് ലമാനി യമാൽ. തികച്ചും ഒരു ത്രില്ലർ സിനിമ കാണുന്ന ഒരു പ്രതിനിധി ആയിരിക്കും ഈ തവണ വരാൻ പോകുന്ന ഫൈനൽ. ഓക്കെ, താങ്ക് യു. സുവിത് വിൽസൺ ആണ് വൈൽഡ്ലൻഡ്സ് ഇന്ത്യക്ക് വേണ്ടി അമേരിക്കയിൽ നിന്നും നമുക്ക് വിവരങ്ങൾ തന്നത്.